ഇല്ലുമിനാറ്റി. ലൂസിഫർ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം കൂടുതൽ മലയാളികൾ ചർച്ച ചെയ്ത വിഷയമാണ് ഇല്ലുമിനാറ്റി എന്നുള്ളത്. പലരും പലതും ഇല്ലുമിനാറ്റികളെ കുറിച്ച് പറയുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് വിശദീകരിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. സോണ്ടോ റിഫ്യൂഷൻ മ്യൂസിക് AI എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. വളരെ ഈസി ആയിട്ട് തന്നെ ഒരാൾക്ക് AI ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇതെന്നുള്ളത്. സിമ്പിൾ കമാൻഡ് കൊടുത്തുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ സംഗീതങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു AI പവർഡ് ആപ്പാണ് സോണ്ടോ റിഫ്യൂഷൻ മ്യൂസിക് AI എന്നുള്ളത്. വളരെ മികച്ചൊരു AI പവേർഡ് സോങ് ജനറേഷൻ ആപ്പാണ് ഇതെന്നുള്ളത്. By the window, watching stars up high, wind and reflect, come what may. ആദ്യം തന്നെ പറയട്ടെ, ഇലുമിനാറ്റി എന്നത് ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഇലുമിനാറ്റികൾ എന്നത് ലോകം ഭരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇലുമിനാറ്റി എന്നത് രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നൽകി വരുന്ന പേരാണ്. പ്രകാശിപ്പിക്കുക, വെളിച്ചപ്പെട്ടത് എന്നൊക്കെയാണ് ഇലുമിനാറ്റി എന്ന വാക്കിനർത്ഥം. 1776 രൂപീകരിക്കപ്പെട്ട രഹസ്യ സംഘടനയായിരുന്നു ബവേറിയൻ ഇലുമിനാറ്റി സൊസൈറ്റി എന്നുള്ളത്. ആദം വെയ്ഷാഫ്റ്റ് എന്നയാളാണ് ബവേറിയൻ ഇലുമിനാറ്റി സൊസൈറ്റി രൂപീകരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. ലോകപ്രശസ്തമായ ഇലുമിനാറ്റി സംഘടനയാണ് ബവേറിയൻ ഇലുമിനാറ്റി സൊസൈറ്റി എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി സീക്രട്ട് സൊസൈറ്റികൾ ലോകത്തുണ്ടെന്നും നമ്മൾ പോലും അറിയാതെ നമ്മളെ ഭരിക്കുകയാണെന്നും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇലുമിനാറ്റികളാണ് അഥവാ ഇത്തരം സീക്രട്ട് സൊസൈറ്റികളാണെന്നും വാദിക്കുന്നവരുണ്ട്. അതായത് പാകിസ്ഥാനിൽ എന്ത് നടക്കണം, ഇന്ത്യയിൽ എന്ത് നടക്കണം, ലോകരാജ്യങ്ങളിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇലുമിനാറ്റികളാണെന്നും ഭരണാധികാരികൾ ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന പാവകളാണെന്നും വാദിക്കുന്നവരുണ്ട്. അമേരിക്കൻ ഡോളറിൽ ഒരു പിരമിഡിന് മുകളിൽ ഒരു കണ്ണ് നമ്മളെ ഉറ്റുനോക്കുന്ന ഒരു സിമ്പലുണ്ട്. അത് ഇലുമിനാറ്റികളുടെ സിമ്പലാണെന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷെ ഇത് ഐ ഓഫ് പ്രോവിഡൻസ്, അതായത് ദൈവം മനുഷ്യനെയും മനുഷ്യത്വത്തെയും വീക്ഷിക്കുന്നതിന്റെ പ്രതീകമാണെന്നാണ് അമേരിക്കയുടെ വാദം. ഇന്ത്യയിലും ഇലുമിനാറ്റികൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏകദേശം 2300 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് കലിംഗ യുദ്ധത്തിൽ ഒരുപാട് യുവാക്കൾ മരിക്കുകയും അശോക ചക്രവർത്തി ബുദ്ധമത അനുയായിയായി മാറുകയും ചെയ്തു. ഇതിനുശേഷം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് അശോക ചക്രവർത്തി ഒരു രഹസ്യ സംഘടനയ്ക്ക് രൂപം കൊണ്ടു. 9 അജ്ഞാതർ അടങ്ങുന്ന ഒരു സംഘടന. 9 അജ്ഞാതർ. അവർക്കറിയാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. അവർക്ക് വേണ്ടി അവർ നിർമ്മിച്ച ഭാഷ, ചില രഹസ്യ കോഡുകൾ, ലോകം കൺട്രോൾ ചെയ്യുന്ന 9 പേർ, അവരിൽ മാത്രം ഒതുങ്ങുന്ന 9 പുസ്തകങ്ങൾ. ഒന്നാമത്തെ പുസ്തകം സൈക്കോളജിക്കൽ മൂവിലൂടെ എങ്ങനെ യുദ്ധം ചെയ്യാം എന്നതിനെ പറ്റിയാണ്. രണ്ടാമത്തെ പുസ്തകം സ്പർശനത്തിലൂടെ എങ്ങനെ കൊല്ലാം എന്നതിനെ കുറിച്ചാണ്. മൂന്നാമത്തെ പുസ്തകം മൈക്രോബയോളജിയെ കുറിച്ചാണ്. നാലാമത്തെ പുസ്തകം കെമിസ്ട്രിയെ കുറിച്ചാണ്. അഞ്ചാമത്തെ പുസ്തകം കമ്മ്യൂണിക്കേഷനും ജോഗ്രഫിയും കുറിച്ചാണ്. ആറാമത്തേത് ഗ്രാവിറ്റിയെ കുറിച്ചു. ഏഴാമത്തേത് ബർത്ത് ഓഫ് യൂണിവേഴ്സിനെ കുറിച്ചാണ്. എട്ടാമത്തേത് ലേസർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒമ്പതാമത്തേത് സോഷ്യൽ സയൻസിനെ കുറിച്ചാണ്. ഒരു സാധാരണ സയന്റിസ്റ്റിന്റെ 10 മടങ്ങ് അറിവുകൾ ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ ഈ 9 പേരും അധികാര കൈമാറ്റം നടത്തും. ലോകപ്രശസ്തരായ പല സയന്റിസ്റ്റുകൾക്കും ഈ സംഘടനയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റീസും ഉൾപ്പെടെയുള്ളവർ ഇലുമിനാറ്റി സംഘടനയിൽപ്പെട്ടവരാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. അമേരിക്കൻ പോപ്പ് താരം മൈക്കിൾ ജാക്സണും ഇലുമിനാറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? അത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം.